ഹലോ ഫ്രണ്ട്സ്, നമുക്കൊന്ന് ഗോഡ്സോൺ കൺട്രിയിലൊന്ന് ചുറ്റിക്കറങ്ങിയാലോ നമ്മുടെ കൊച്ചു കേരളത്തിലൂടെ. അപ്പോൾ നമ്മുടെ വന്ദേ ഭാരത് ട്രെയിൻ കണ്ടായിരുന്നു. ഹലോ ഫ്രണ്ട്സ്, ടൈം റൈഡർ എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ഈ വീഡിയോയിലൂടെ പോകാൻ പോകുന്നത് നമ്മുടെ ഗോഡ്സോൺ ആയിട്ടുള്ള കേരളത്തിലാണ്. ആക്ച്വലി നമ്മുടെ കേരളത്തിലെ 14 ജില്ലകളൊന്നും കവർ ചെയ്യുന്നില്ല, എങ്കിലും കുറച്ച് കിടക്കാച്ചി സ്പോട്ടുകൾ നമുക്ക് കേരളത്തിലെ കാണാം. അപ്പം നമ്മൾ ആദ്യം തന്നെ നമ്മളിപ്പോൾ ഉള്ളത് എറണാകുളം ജില്ലയിലാണ്. എറണാകുളം ജില്ലയിലെ നമ്മളിപ്പോൾ കാണാൻ പോകുന്നത് വന്ദേ ഭാരത് ട്രെയിനാണ്. അപ്പം നമുക്ക് വന്ദേ ഭാരത് ട്രെയിനെ പറ്റിയുള്ള ഡീറ്റെയിൽസ് കേൾക്കാം. ഇന്ത്യൻ റെയിൽവേ നടത്തുന്ന ഒരു ഇടത്തരം ദൂര സൂപ്പർഫാസ്റ്റ് എക്സ്പ്രസ് സർവീസാണ് വന്ദേ ഭാരത് എക്സ്പ്രസ്. 800 കിലോമീറ്ററിൽ താഴെ 500 മൈൽ അകലെയുള്ള നഗരങ്ങളെ ബന്ധിപ്പിക്കുന്ന റിസർവ് ചെയ്ത എയർ കണ്ടീഷൻഡ് ചെയ്ത ചെയർ കാർ സർവീസാണിത്. ട്രെയിൻ 2019 ഫെബ്രുവരി 15 വാണിജ്യ സർവീസിൽ പ്രവേശിച്ചു. 8-16 കോച്ചുകളുള്ള സ്വയം ഓടിക്കുന്ന ഇലക്ട്രിക് മൾട്ടിപ്പിൾ യൂണിറ്റുകളാണ് ഈ ന്യൂ ട്രെയിൻ സെറ്റുകൾ. ചെന്നൈയിലെ ഇന്റഗ്രൽ കോച്ച് ഫാക്ടറിയാണ് ട്രെയിൻ സെറ്റ് രൂപകൽപ്പന ചെയ്ത് നിർമ്മിച്ചത്. 2018-ൽ അവതരിപ്പിച്ച ട്രെയിൻ സെറ്റുകൾ ട്രയലുകളിൽ മണിക്കൂറിൽ 183 കിലോമീറ്റർ, മണിക്കൂറിൽ 114 മൈൽ എന്ന സെമി ഹൈ സ്പീഡ് കൈവരിച്ചു. എന്നാൽ ട്രാക്ക് നിയന്ത്രണങ്ങളും തടസ്സങ്ങളും ഗതാഗതക്കുരുക്കുകളും കാരണം പ്രവർത്തന വേഗത പരിമിതമാണ്. തുഗ്ലക്കാബാദ് ആഗ്ര സെക്ഷനിൽ റാണി കമലാപതി, ഹബീബ്ഗഞ്ച്, ഹസ്രത്ത് നിസാമുദ്ദീൻ വന്ദേ ഭാരത് എക്സ്പ്രസും ഹസ്രത്ത് നിസാമുദ്ദീൻ ഖജുരാഹോ വന്ദേ ഭാരത് എക്സ്പ്രസും മണിക്കൂറിൽ 160 കിലോമീറ്റർ, മണിക്കൂറിൽ 99 മൈൽ എന്ന പരമാവധി പ്രവർത്തന വേഗത കൈവരിക്കുന്നു. AC എക്സിക്യൂട്ടീവ് ക്ലാസ്, പ്രീമിയം ക്ലാസും AC ചെയർ മറ്റൊന്നുമാണ്. ട്രെയിനിൽ 2 ക്ലാസ് താമസ സൗകര്യങ്ങളുണ്ട്. എക്സിക്യൂട്ടീവ് ക്ലാസ് കോച്ചിൽ 52 യാത്രക്കാർക്ക് ഇരിക്കാൻ കഴിയും. കൂടാതെ 2x2 കോൺഫിഗറേഷനിൽ കറങ്ങുന്ന സീറ്റുകളും സജ്ജീകരിച്ചിരിക്കുന്നു. 38 ചെയർ കാർ കോച്ചുകളിൽ ഒരു കോച്ചിൽ 78 യാത്രക്കാർക്ക് ഇരിക്കാൻ കഴിയും. അവസാന കോച്ചുകളിൽ 44, കൂടാതെ 2x3 കോൺഫിഗറേഷനിൽ പിൻവലിക്കാവുന്ന സീറ്റുകളും സജ്ജീകരിച്ചിരിക്കുന്നു. 39 കോച്ചുകൾ പൂർണ്ണമായും എയർ കണ്ടീഷൻ ചെയ്തവയാണ്. കൂടാതെ ഇലക്ട്രിക് ഔട്ട്ലെറ്റുകൾ, റീഡിംഗ് ലൈറ്റുകൾ, CCTV ക്യാമറകൾ, ഓട്ടോമാറ്റിക് ഡോറുകൾ, ബയോ വാക്വം ടോയ്ലറ്റുകൾ, സെൻസർ അടിസ്ഥാനമാക്കിയുള്ള വാട്ടർ ടാപ്പുകൾ, പാസഞ്ചർ ഇൻഫർമേഷൻ സിസ്റ്റം എന്നിവ സജ്ജീകരിച്ചിരിക്കുന്നു. 40 റോളർ ബ്ലൈൻഡുകളും ലഗേജുകൾക്കുള്ള ഓവർഹെഡ് റാക്കുകളുമുള്ള വിശാലമായ ജനാലകളാണ് കോച്ചുകൾക്കുള്ളത്. 41 സ്റ്റാൻഡേർഡ് നിരക്കിൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന വെജിറ്റേറിയൻ, നോൺ വെജിറ്റേറിയൻ ഭക്ഷണ ഓപ്ഷനുകൾക്കൊപ്പം ഓൺബോർഡ് കാറ്ററിംഗ് ഈ സേവനം വാഗ്ദാനം ചെയ്യുന്നു. ഫ്രണ്ട്സ്, അപ്പോൾ നമ്മളിത് വന്ദേ ഭാരത് ട്രെയിനിനെ പറ്റിയുള്ള ഡീറ്റെയിൽസ് കേട്ടായിരുന്നല്ലോ. നമ്മളിപ്പോൾ ഉള്ളത് നമ്മുടെ നോർത്ത് റെയിൽവേ സ്റ്റേഷൻ അടുത്താണ്. നമ്മുടെ വടുതല പച്ചാളം ഭാഗത്തായിട്ടാണ്. അപ്പോൾ നമുക്കിനി അടുത്ത സ്പോട്ടിലോട്ട് പോകാം. ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ നമ്മളിപ്പോൾ എത്തിയിരിക്കുന്നത് മഹാറാണ റെയിൽവേ ഗേറ്റിലാണ്. ആക്ച്വലി നമ്മുടെ ഒരു പണ്ടത്തെ ഒരു 1980 കാലഘട്ടത്തിൻ്റെ ഒരു ചെറിയൊരു ഓർമ്മ ഈ ഭാഗത്ത് കിട്ടിയായിരുന്നു. ഇത് വരുന്നത് നമ്മുടെ സൗത്തേയൂർ, തൃപ്പൂണിത്തുറ, ഹിൽ പാലസ്, അതുപോലെ തന്നെ നമ്മുടെ കാക്കനാടിലേക്ക് പോകുന്ന ഒരു കിടക്കാച്ചി പോക്കറ്റ് റോഡാണ്. ആക്ച്വലി മെയിൻ റോഡ് വേറെ ഉണ്ട് കേട്ടോ. ആക്ച്വലി നമ്മൾ ഈ നിൽക്കുന്ന റെയിൽവേയുടെ പ്രത്യേകത, ട്രെയിൻ ഇതിലൂടെ റാപ്പിഡ് സ്പീഡിലായിരിക്കും ക്രോസ് ചെയ്യുന്നത്. അപ്പോൾ ട്രെയിൻ വരാൻ വേണ്ടി നമ്മൾ വെയിറ്റ് ചെയ്യുവാണ്. അപ്പം നമുക്കിനി ഈ ട്രെയിനിനെ പറ്റിയുള്ള ഡീറ്റെയിൽസ് കേൾക്കാം. അതിന് മുമ്പ് തന്നെ നോക്കാം എത്ര മിനിറ്റ് കൊണ്ട് തന്നെ നമ്മൾ ഈ ട്രെയിൻ കടന്നു പോകുമെന്നുള്ളത്. ഇന്ത്യൻ റെയിൽവേക്കായി ചിത്തരഞ്ജൻ ലോക്കോമോട്ടീവ് വർക്ക്സ് CLW 1999-ൽ വികസിപ്പിച്ചെടുത്ത 25 കിലോവോൾട്ട് AC ഇലക്ട്രിക് ലോക്കോമോട്ടീവുകളുടെ ഒരു ക്ലാസാണ് ഇന്ത്യൻ ലോക്കോമോട്ടീവ് ക്ലാസ് VAP7. മോഡലിന്റെ പേര് ബ്രോഡ് ഗേജ്, W, AC കറന്റ്, R, പാസഞ്ചർ ട്രാഫിക്, P, ലോക്കോമോട്ടീവ്, 7ാം തലമുറ, 7 എന്നിവയെ സൂചിപ്പിക്കുന്നു. അവർ 2000-ൽ സേവനത്തിൽ പ്രവേശിച്ചു. മൊത്തം 1609 VAP7 നിർമ്മിച്ചു. CLW, ബനാറസ് ലോക്കോമോട്ടീവ് വർക്ക്സ് BLW, പട്യാല ലോക്കോമോട്ടീവ് വർക്ക്സ് PLW എന്നിവിടങ്ങളിൽ കൂടുതൽ യൂണിറ്റുകൾ നിർമ്മിക്കപ്പെട്ടു. 23 വർഷത്തിലേറെയായി പാസഞ്ചർ ട്രെയിനുകളിൽ സർവീസ് നടത്തുന്ന ഇന്ത്യൻ റെയിൽവേയുടെ ഏറ്റവും വിജയകരമായ ലോക്കോമോട്ടീവാണ് VAP7. ഇത് വാഗ് 9 ചരക്ക് ലോക്കോമോട്ടീവിന്റെ ഒരു പാസഞ്ചർ വേരിയന്റാണ്.
ഉയർന്ന വേഗതയിൽ ഭാരം കുറഞ്ഞ ലോഡുകൾ വലിക്കുന്നതിന് പരിഷ്കരിച്ച ഗിയർ അനുപാതം. 6125 HP ഔട്ട്പുട്ടുള്ള ഇത് ഇന്ത്യൻ റെയിൽവേ ഫ്ലീറ്റിലെ ഏറ്റവും ശക്തമായ പാസഞ്ചർ ലോക്കോമോട്ടീവുമാണ്. കൂടാതെ ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ പാസഞ്ചർ ലോക്കോമോട്ടീവുമാണ്. വാപ് 7ന് 24 കോച്ച് ട്രെയിനുകൾ 110 മുതൽ മണിക്കൂറിൽ 140 കിലോമീറ്റർ വരെ 68 മണിക്കൂറിൽ -87 മൈൽ വേഗതയിൽ കൊണ്ടുപോകാൻ കഴിയും. അപ്പോൾ കണ്ടായിരുന്നല്ലോ, ജസ്റ്റ് സെക്കൻഡ്സിനുള്ളിൽ തന്നെയാണ് നമ്മളെ ട്രെയിൻ ക്രോസ് ചെയ്ത് പോയിരുന്നത്. അപ്പോൾ ഇതിലൂടെ ക്രോസ് ചെയ്യുമ്പോൾ സൂക്ഷിക്കുക, കാരണം റിസ്ക് ആണ്. നല്ല റാപ്പിഡ് സ്പീഡിലാണ് ഇതിലൂടെ ട്രെയിൻ കടന്നു പോകുന്നത്. അങ്ങനെ നമ്മളിതാ ഗേറ്റ് തുറക്കാൻ വേണ്ടി വെയിറ്റ് ചെയ്യുവാണ്. അപ്പോൾ നമുക്കിനി അടുത്ത സ്പോട്ടിലോട്ട് പോവാം. അങ്ങനെ നമ്മുടെ റെയിൽവേ ഗേറ്റ് തുറന്നു നമ്മളിത് അപ്പുറം ക്ലോസ് ചെയ്ത് പോവുകയാണ്. ആക്ച്വലി നമുക്ക് ഓൺ ദ റൈഡിൽ തന്നെ ഷൂട്ട് ചെയ്യാൻ പറ്റില്ല, കാരണം ഞാൻ ഒറ്റക്കായുള്ളതുകൊണ്ട്. അപ്പം നമുക്കിനി അടുത്ത സ്പോട്ടിലോട്ട് പോകാം. നമ്മളിപ്പോൾ കാണാൻ പോകുന്നത് പൊന്നുവന്തി തമ്മനം ഭാഗത്തുള്ള കാഴ്ചയാണ് കേട്ടോ. ആക്ച്വലി നമ്മൾ നിൽക്കുന്ന ഭാഗത്തേക്ക് പബ്ലിക്കിന് വരാൻ പാടില്ല, പക്ഷെ നമ്മൾ സൊമാറ്റോയിൽ ഫുഡ് ഡെലിവറി ചെയ്യാൻ വന്നപ്പോൾ എടുത്തൊരു വീഡിയോ ആയിരുന്നു. ആക്ച്വലി ഈ ഭാഗത്തുനിന്ന് ഒരു പുള്ളി ഫുഡ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ഡെലിവറി ചെയ്യാൻ വേണ്ടിയാണ് ഈ ഭാഗത്ത് വന്നത്. അപ്പോൾ നമ്മളിനി പാലക്കാട് മലപ്പുറം ഭാഗത്തേക്ക് പോവുകയാണേ. അപ്പോൾ നമ്മൾ ഈ കാണുന്ന പച്ചപ്പാണ് നല്ല കിടുവാണ്. ആക്ച്വലി കംപ്ലീറ്റ്ലി പച്ചപ്പൊന്നുമല്ല കേട്ടോ, ഓപ്പോസിറ്റ് സൈഡ് വേറെ ഇതായിരുന്നു. നമ്മൾ ഈ പച്ചപ്പുള്ള മാത്രമേ നമ്മൾ ഷൂട്ട് ചെയ്തുള്ളൂ. എന്താ റോഡ് കണ്ടീഷൻ നല്ല കിടുവായിരുന്നു കേട്ടോ. ആക്ച്വലി ഒറ്റപ്പാലം പോകുന്ന റോഡാണെന്ന് തോന്നുന്നു, ഈ കറക്റ്റായിട്ട് എനിക്ക് അറിയത്തില്ല. എന്തായാലും നമ്മളിപ്പോൾ ഉള്ളത് പാലക്കാട് മലപ്പുറം പോകുന്ന ആ റോഡിലാണ്. അടിപൊളിയാണ് റോഡ്. ഇനി ഇതിപ്പോൾ കേരള വാട്ടർ കുത്തിപ്പിടിച്ചൊന്നും അറിയത്തില്ല. എന്തായാലും നമ്മൾ പോയ സമയത്ത് പൊളിയായിരുന്നു, നല്ല അടിപൊളി റോഡായിരുന്നു. ഇപ്പം നോക്കിയേ, അടിപൊളിയല്ല പച്ചപ്പ്. പാടം കാണാൻ ഒരു രക്ഷയില്ല കേട്ടോ, സൂപ്പർ എന്ന് പറഞ്ഞാൽ സൂപ്പർ. പക്ഷേ നേരെ കാണുന്ന ഭംഗി എന്തായാലും ക്യാമറയിൽ കിട്ടുന്നില്ല. അപ്പം നമ്മളിനി കാണാൻ പോകുന്നത് ഭാരതപുരിയിലെ കാഴ്ചകളാണ്. പിന്നെ ഒരു പൊളിഞ്ഞൊരു പഴയ പാലം. ആക്ച്വലി ഈ പാലം ബ്രിട്ടീഷുകാരുണ്ടാക്കിയൊന്നും എനിക്ക് അറിയത്തില്ല, അറിയുന്നവർ ദയവായി ഒന്ന് കമൻറ്റ് ചെയ്യണമെന്ന് അപേക്ഷിക്കുന്നു. എന്തായാലും ആ പാലം നല്ല രീതിയിൽ പൊളിഞ്ഞിട്ടുണ്ട്. അപ്പം നമ്മൾ ഈ കാണുന്നത് ഭാരതപുരിയാണ്. അപ്പം നമുക്ക് ഇനി ഭാരതപുരിയെ പറ്റിയുള്ള ഡീറ്റെയിൽസ് കേൾക്കാം. ഭാരതപ്പുഴ, ഭാരത നദി, നിള അല്ലെങ്കിൽ പൊന്നാനി നദി എന്നും അറിയപ്പെടുന്നു. 3 ഇന്ത്യൻ സംസ്ഥാനങ്ങളായ തമിഴ്നാട്, കേരള എന്നിവിടങ്ങളിലെ ഒരു നദിയാണ്. 209 കിലോമീറ്റർ നീളമുള്ള 2 പെരിയാറിന് ശേഷം കേരളത്തിലൂടെ ഒഴുകുന്ന ഏറ്റവും നീളം കൂടിയ നദിയാണിത്. 4 ഇത് പാലക്കാട് ഗ്യാപ്പിലൂടെ ഒഴുകുന്നു. ഇത് പശ്ചിമഘട്ടത്തിലെ കേരളത്തിലെ ഏറ്റവും വലിയ തുറസ്സു കൂടിയാണ്. 5 കേരളത്തിന്റെ തെക്കേ മലബാർ ഭാഗത്തിന്റെ സംസ്കാരവും ജീവിതവും നില പരിപാലിച്ചു. പുരാതന ലിപികളിലും രേഖകളിലും ഇതിനെ പേരാർ എന്നും വിളിക്കുന്നു. മലപ്പുറം, പാലക്കാട് ജില്ലകളിലും കേരളത്തിന്റെയും കോയമ്പത്തൂരിന്റെയും പാലക്കാട്, തൃശൂർ ജില്ലകളുടെ അതിർത്തിയിലെയും തമിഴ്നാട്ടിലെ തിരുപ്പൂരിലെയും 4 ഭരണ ജില്ലകളിൽ താമസിക്കുന്ന ഒരു ജനസംഖ്യയുടെ അന്തർസംസ്ഥാന നദിയും ജീവനാഡി ജലസ്രോതസ്സുമാണ് ഭാരതപ്പുഴ. ഫലഭൂയിഷ്ടമായ തൃശൂർ, പൊന്നാനി, കോൾ തണ്ണീർത്തടങ്ങൾ അതിന്റെ തീരത്താണ്. ഫ്രണ്ട്സ്, അപ്പോൾ നമ്മുടെ ഭാരതപുരനെ പറ്റിയുള്ള ഡീറ്റെയിൽസ് കേട്ടായിരുന്നില്ല. എന്തായാലും നല്ല അടിപൊളി ഏരിയ തന്നെയാണ് കേട്ടോ, ഒരു രക്ഷയില്ല. പിന്നെ ആ റെയിൽവേ ക്രോസിൽ കൂടി ആ ട്രെയിൻ പോയി കാണാൻ നല്ല പൊളിയായിരുന്നു. എന്തായാലും നമ്മുടെ കയ്യിലുള്ള സാധാരണ ക്യാമറ ആയതുകൊണ്ടാണ് നമുക്ക് നല്ല ഹെവി ആയിട്ടൊന്നും ഷൂട്ട് ചെയ്യാൻ പറ്റാഞ്ഞത്. കാരണം നമ്മൾ യൂസ് ചെയ്യുന്ന മൊബൈൽ ക്യാമറ ആയിരുന്നു, നമ്മുടെ സാംസങ് ഗാലക്സി M5 എന്ന മൊബൈലാണ് നമ്മൾ ഷൂട്ട് ചെയ്തത്. എന്തായാലും നമ്മൾ വന്ന സമയത്ത് നല്ല കിടക്കാച്ചി ചൂടായിരുന്നു. അതുപോലെ തന്നെ ഭാരതപുര തീരെ പറ്റി കിടക്കണേ. എന്തായാലും മഴക്കാലത്ത് വരുമ്പോഴത്തേക്കും ഇവിടെയൊക്കെ നല്ല രീതിയിൽ വെള്ളം ഉണ്ടാകുമായിരിക്കാം. എന്തായാലും നമ്മൾ വന്ന സമയത്ത് തീരെ വെള്ളം ഉണ്ടായില്ലായിരുന്നു. എന്തായാലും ഈ കാണുന്ന റെയിൽവേ ക്രോസ് നല്ല പൊളിയാണ് കേട്ടോ, ഒരു രക്ഷയില്ല, അടിപൊളിയായിരുന്നു. എന്തായാലും എനിക്ക് തോന്നുന്നത് ഷൊർണൂരിലേക്ക് കൂട്ടാൻ തോന്നുന്നു, കറക്റ്റ് അറിയത്തില്ല. നമ്മുടെ നിലമ്പൂർ ഷൊർണൂർ അതുപോലെ മലപ്പുറം പോകുന്ന ഒരു റൂട്ട് തന്നെയാണ്. അപ്പം നമ്മുടെ ഇവിടെ ഈ ഭാഗത്തൊരു ചെറിയൊരു കുട്ടിവരം കണ്ടായിരുന്നു. അപ്പോൾ ഇതാണ് കാഴ്ച. പിന്നെ ഈ ഭാഗത്തൊക്കെ നല്ല രീതിയിൽ ആൾക്കാർ പ്ലാസ്റ്റിക് വേസ്റ്റ് ഒന്ന് കളയുന്നുണ്ടായിരുന്നു. ദയവായി നമ്മുടെ ചെറിയ വനം എന്തായാലും പ്ലാസ്റ്റിക് വേസ്റ്റ് ഒന്നും കളയരുതെന്ന് റിക്വസ്റ്റ് ചെയ്യുവാണേ. അപ്പം നമ്മളിപ്പോൾ കാണുന്നത് മറ്റേ ഭാരതപുരയിലുള്ള കാഴ്ചകളാണ് ആ ഭാഗത്തുള്ളത്. ചെറിയ ചെറിയ കുട്ടി വനങ്ങളൊക്കെ കാണാൻ പറ്റും, അതുപോലെ റെയിൽവേ ബ്രിഡ്ജും കാണാൻ പറ്റും. പിന്നെ ഒരു പൊളിഞ്ഞ വനം നമ്മൾ നേരത്തെ കണ്ടായിരുന്നല്ലോ. അപ്പോൾ ഒരു കിടക്കാച്ചി പാടമാണ് നമ്മൾ കാണുന്നത്. നമ്മളിത് പാലക്കാട് നിന്ന് എറണാകുളം പോകുന്ന റൂട്ടിൽ കണ്ട ഒരു കിടക്കാച്ചി സ്പോട്ടാണേ. അപ്പോൾ നമ്മൾ നേരെ എറണാകുളം ജില്ലയിലേക്ക് തിരിച്ചു പോവുകയാണ് കേട്ടോ. എന്തായാലും പാടം നല്ല പൊളിയായിരുന്നു, അടിപൊളിയാണ്. അങ്ങനെ നമ്മളിത് എറണാകുളം ജില്ലയിലേക്ക് എത്തി. ഫ്രണ്ട്സ്, അപ്പം നമ്മളിത് എറണാകുളം ജില്ലയിലുള്ള വടുതല ഭാഗത്ത് എത്തിയിരുന്ന ഒരു കുട്ടി കിടക്കാച്ചി ഹിഡൻ സ്പോട്ടാണ്. അപ്പം നമുക്ക് ഈ വടുതലയെ പറ്റിയുള്ള ഡീറ്റെയിൽസ് കേൾക്കാം. ഇന്ത്യയിലെ കൊച്ചി നഗരത്തിലെ ഒരു പ്രദേശമാണ് വടുതല. 1 വടുതല ഈസ്റ്റ്,
വടുതല വെസ്റ്റ് എന്നീ വാർഡുകളാണ് ഇതിൽ ഉൾപ്പെടുന്നത്. 2. ചിറ്റൂർ റോഡിൽ പച്ചാളത്തിനും ചിറ്റൂരിനും ഇടയിലാണിത്. കിഴക്ക് എളമക്കരയും പടിഞ്ഞാറ് മുളവുകാട് ദ്വീപും സ്ഥിതി ചെയ്യുന്നു. കൊച്ചിൻ കോർപ്പറേഷന്റെ ഒരു സോണൽ ഓഫീസ് അവിടെ പ്രവർത്തിക്കുന്നു. ചിന്മയ വിദ്യാലയം, ഡോൺ ബോസ്കോ സ്കൂൾ, SBOA പബ്ലിക് സ്കൂൾ, ആർച്ച് ബിഷപ്പ് അത്തിപ്പെട്ടി പബ്ലിക് സ്കൂൾ തുടങ്ങി നിരവധി വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ അവിടെ പ്രവർത്തിക്കുന്നു. ലൂർദ് ആശുപത്രിയാണ് അടുത്തുള്ള ആശുപത്രി. വടുതലയ്ക്ക് നീളത്തിൽ കായലുകളുടെ ഒരു നിരയുണ്ട്. കൊച്ചിയിലെ ഏറ്റവും സമാധാനപരമായ സ്ഥലങ്ങളിൽ ഒന്നാണിത്. ഇവിടെ താമസിക്കുന്ന നിരവധി മത്സ്യത്തൊഴിലാളികളുടെ ഉപജീവന മാർഗമാണിത്. കായലുകളുടെ ഒരു ഭാഗം റോഡുകൾ നികത്തി കൊച്ചിൻ കോർപ്പറേഷന് വരുമാനമുണ്ടാക്കാൻ പദ്ധതിയുണ്ട്. വടുതലയിൽ ആശുപത്രി, സ്കൂളുകൾ, ക്ഷേത്രങ്ങൾ, പള്ളി എന്നിവയുണ്ട്. ഫ്രണ്ട്സ്, അപ്പം നമ്മുടെ വടുതലേനെ പറ്റിയോട് ഡീറ്റെയിൽസ് കേട്ടാൽ അപ്പോൾ നമ്മൾ ഇനി അടുത്ത് പോകാൻ പോകുന്ന നമ്മുടെ പ്രിയ പ്ലേസ് ആയ കടമക്കുടിയിലേക്കാണ്. ആക്ച്വലി കടമക്കുടിയുടെ മെയിൻ ഏരിയ അല്ല കേട്ടോ, കടമക്കുടിയുടെ ഒരു സൈഡിൽ അല്ലെങ്കിൽ ബാക്ക് സൈഡ് വരുന്ന ഒരു ഏരിയയാണ്. അപ്പോൾ നമ്മൾ ഇങ്ങോട്ട് പോകാനായിട്ട് നമ്മൾ ചെയ്യേണ്ട വാഴപ്പുഴ പാലം നേരെ ഇറങ്ങിയിട്ട് നമ്മൾ തിരുമുപ്പം ഭാഗത്തുനിന്ന് ലെഫ്റ്റ് തിരിഞ്ഞ് പോകണം. അപ്പോൾ നമുക്ക് കടമക്കുടിനെ പറ്റിയുള്ള ഡീറ്റെയിൽസ് കേൾക്കാം. ഇന്ത്യൻ സംസ്ഥാനമായ കേരളത്തിലെ കൊച്ചി നഗരത്തിന്റെ ഒരു ദ്വീപ് പ്രാന്തപ്രദേശമാണ് കടമക്കുടി ദ്വീപുകൾ. നഗരമധ്യത്തിൽ നിന്ന് ഏകദേശം 8 കിലോമീറ്റർ 6 മൈൽ വടക്കായാണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. കടമക്കുടി ദ്വീപുകൾ 14 ദ്വീപുകളുടെ ഒരു കൂട്ടമാണ്. വലിയ കടമക്കുടി, പ്രധാന ദ്വീപ്, മുറിക്കൽ, പാളയം തുരുത്ത്, പിഴല, ചെറിയ കടമക്കുടി, പുളിക്കപ്പുറം, മൂലംപിള്ളി, പുതുശ്ശേരി, ചാരിയം തുരുത്ത്, ചേന്നൂർ, കോതാട്, കോരമ്പാടം, കണ്ടനാട്, കാട്ടനാട്. കേരള പഞ്ചായത്ത് രാജ് സമ്പ്രദായത്തിന് കീഴിലാണ് ഗ്രാമപഞ്ചായത്ത് ഭരിക്കുന്നത്. ഇപ്പോഴത്തെ ഭരണാധികാരികൾ പ്രസിഡന്റ് ശ്രീമതി ശാലിനി ബാബുവും പഞ്ചായത്ത് സെക്രട്ടറി ശ്രീ ഡിലിൻ ടോമുമാണ്. 2001 ഇന്ത്യൻ സെൻസസ് പ്രകാരം കടമക്കുടി ദ്വീപുകളിൽ 15,823 ജനസംഖ്യയുണ്ടായിരുന്നു. ജനസംഖ്യയുടെ 49% പുരുഷന്മാരും 51% സ്ത്രീകളുമാണ്. കടമക്കുടിയുടെ ശരാശരി സാക്ഷരതാ നിരക്ക് 84%. ദേശീയ ശരാശരിയായ 59.5%-നേക്കാൾ കൂടുതലാണ്. പുരുഷ സാക്ഷരത 86%, സ്ത്രീ സാക്ഷരത 82%. കടമക്കുടി ദ്വീപുകളിലെ ജനസംഖ്യയുടെ 11% 6 വയസ്സിൽ താഴെയുള്ളവരാണ്. കടമക്കുടി ദ്വീപുകളിൽ 9 കത്തോലിക്ക പള്ളികളുണ്ട്. മാർ വർഗീസ് പയ്യപ്പള്ളി പാലക്കപ്പള്ളി വലിയ കടമക്കുടി സുറിയാനി കത്തോലിക്ക പള്ളിയിൽ 1909 മുതൽ 11 വരെ ഇടവക വികാരിയായി സേവനമനുഷ്ഠിച്ചിട്ടുണ്ട്. ഫ്രണ്ട്സ്, അങ്ങനെ നമ്മളിതാ നമ്മുടെ കടമക്കുടിയുടെ ഏരിയ ഭാഗത്തേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. ആക്ച്വലി നല്ല സൂപ്പറാണ് കേട്ടോ. ശരിക്കും നമ്മൾ ഇതിലൂടെ ട്രാവൽ ചെയ്യുമ്പോൾ നമുക്ക് ശരിക്കും നമ്മുടെ പണ്ടത്തെ 90-95 കാലഘട്ടത്തിലേക്ക് ഒരു ഫീൽഡിലേക്ക് ശരിക്കും ഇങ്ങോട്ട് പോകുന്നുണ്ട്. ആക്ച്വലി നമ്മളിപ്പോൾ ഉള്ളത് കൊച്ചി തന്നെയാണ്, എറണാകുളം ജില്ല തന്നെയാണ്. പക്ഷേ നമുക്ക് റോഡ് വഴി കുറച്ച് കറങ്ങണമെന്നുള്ളൂ. പക്ഷേ വാട്ടർവേ അല്ലെങ്കിൽ എയർവേ തൊട്ടടുത്താണ് നമ്മുടെ മറൈൻ ഡ്രൈവ് എറണാകുളം വരുന്നത്. പക്ഷേ നമുക്ക് അതിലൂടെ വഴിയില്ല കേട്ടോ. ഭാവിയിൽ വല്ല പാലം വരും പ്രതീക്ഷിക്കുന്നു. എന്തായാലും നമ്മളിപ്പോൾ ഉള്ളത് പ്രോപ്പർ കടമക്കുടി അല്ല, കടമക്കുടീൻ്റെ ഒരു അറ്റം ഏരിയയാണ്. നല്ല അടിപൊളിയാണ് കേട്ടോ. ഇവിടെ നിങ്ങാട് നമുക്ക് കുറേ ഫിഷ് ഫാംസും അതുപോലെ തന്നെ കുറേ ഒത്തിരി ഒത്തിരി നമ്മളുടെ കായലുകളൊക്കെ കാണാം. പിന്നെ ഇവിടെയൊക്കെ നിറച്ചും ചെമ്മീൻ കിട്ടും. അതുപോലെ മീൻ വളർത്തുന്ന ഏരിയയൊക്കെയാണ്. അടിപൊളി റൂട്ടാണ് ഒരു രക്ഷ. നമ്മളെന്ന് ചൂട് സമയം അതുകൊണ്ട് നമുക്ക് അതിനെ സ്പെൻഡ് ചെയ്യാൻ പറ്റില്ലായിരുന്നു. കാരണം നല്ല രീതിയിലുള്ള ചൂടാണ്. ആക്ച്വലി വരാൻ ബെസ്റ്റ് വൈകുന്നേരമാണ്. പക്ഷേ സ്ട്രീറ്റ് ലൈറ്റ് ഇല്ലാത്തതുകൊണ്ട് നൈറ്റ് ഡ്രൈവ് സൂക്ഷിക്കുക. കാരണം ആ തോട്ടിലോട്ടൊക്കെ പോകുമ്പോൾ നമ്മൾ അറിയത്തില്ല. അതുകൊണ്ട് വളരെ സൂക്ഷിച്ച് വേണം ഡ്രൈവ് ചെയ്യാനായിട്ട്. നൈറ്റ് ഇതിൽ പോകുന്നത് കുറച്ച് റിസ്ക്കാണ്. എന്നാലും സ്ഥിരം പോകുന്ന ആൾക്കാർക്ക് കുഴപ്പമുണ്ടാകത്തില്ല. അപ്പോൾ നമ്മൾ ഈ കാണുന്നതാണ് ആ കിടക്കാച്ചി കാഴ്ചകൾ കേട്ടോ. നോക്കിയേ, അടിപൊളിയല്ലേ. പക്ഷേ വെള്ളത്തിൻ്റെ കളർ ഈ സൈഡിൽ ഇത്തിരി മോശമായിരുന്നു. പിന്നെ കുറച്ച് കണ്ടകളുടെ മഴങ്ങളൊക്കെ ഭാഗത്ത് കാണുന്നുണ്ടാവും ലെഫ്റ്റ് സൈഡിലായിട്ട്. നമ്മളെ ഈ വീഡിയോ ഷൂട്ട് ചെയ്ത് നമ്മുടെ ഗോപ്രോണ ക്യാമറ ഉണ്ടാവും കേട്ടോ. എന്തായാലും അടിപൊളിയാണ് കേട്ടോ, ഒരു രക്ഷയില്ല. എന്തായാലും നമ്മുടെ കടമക്കുടീനെ പറ്റിയുള്ള വീഡിയോ നമ്മൾ ഇനി ചെയ്യുന്നതായിരിക്കും. നമ്മളിത് കടമക്കുടിയുടെ ഏരിയ തന്നെയാണ് കേട്ടോ, ഒരു വേറെ സൈഡാണെന്ന് മാത്രമേ ഉള്ളൂ. പക്ഷേ ഇങ്ങാട് അധികം പേരൊക്കെ കാരണം ഇത് ഇത്തിരി ഇടനായിട്ടുള്ളൊരു സ്പോട്ടാണേ. അപ്പോൾ നമുക്ക് ഇവിടെ നോക്കുന്നതിന് ഒത്തിരി ചൈനീസ് നെറ്റ് അല്ലെങ്കിൽ നമ്മുടെ ചീനകളെ കാണാൻ പറ്റും കേട്ടോ. പിന്നെ ഒത്തിരി ഫിഷ് ഫാംസ് ഉള്ള ഒരു കിടക്കാച്ചി സ്പോട്ട് തന്നെയാണ്. ആ അപ്പുറം കാണുന്ന കടമക്കുടി ഏരിയ ഉണ്ട്. ഇപ്പുറം നമ്മുടെ റൈറ്റ് സൈഡിലുള്ള നേരെ ഓപ്പോസിറ്റ് തന്നെ നമ്മുടെ ചെറുപ്പള്ളി ആ ഏരിയ കൊണ്ടൊക്കെയെന്ന് തോന്നുന്നു. കറക്റ്റായിട്ട് നമുക്ക് പിടിയില്ല. എന്തായാലും വാഴാപ്പുഴേൻ്റെ ഒരു ഏരിയ തന്നെയാണ് ഈ ഭാഗമൊക്കെ. അടിപൊളിയല്ലേ. പക്ഷെ വെള്ളത്തിൻ്റെ വെള്ളമൊക്കെ മോശമല്ല അങ്ങോട്ടുള്ളത്. അപ്പം നമ്മളിപ്പോൾ കിടക്കാച്ചി കായലാണ്, നമ്മുടെ പെരിയാർ നദിയാണ്, പൊളിയാണ്, അടിപൊളിയല്ലേ. അപ്പോൾ ഒരു ബോട്ട് വന്നിട്ടുണ്ട് കേട്ടോ, നമുക്ക് നോക്കാം കേട്ടോ. അല്ല ബോട്ടല്ല, സോറി. ആ നോക്കിയേ, അടിപൊളിയല്ലേ. എന്തായാലും ഇവിടുത്തെ ചൂട് നമ്മൾ നിർത്താൻ സമ്മതിക്കുന്നില്ല. കാരണം നല്ല രീതിയിലുള്ള ചൂടുണ്ടായതുകൊണ്ട് നമ്മൾ
അതിൽ നേരം നമുക്ക് സ്പെൻഡ് ചെയ്യാൻ പറ്റില്ലായിരുന്നു. ടണലും വളരെ കുറവായിരുന്നു ഈ ഭാഗത്ത് ഉണ്ടായത് കേട്ടോ. അപ്പോൾ ഇതാ ഒരു ബോട്ട് വന്നിട്ടുണ്ട് നമ്മുടെ ഓപ്പോസിറ്റായിട്ട്. അടിപൊളി ഉണ്ടാവും, നല്ല ഫിഷിംഗ് ബോട്ടാണ്. ഫിഷിംഗ് ബോട്ട് ഈ ഭാഗത്തൊക്കെ മെയിനായിട്ട് ഷാപ്പിൻ്റെ ഏരിയ ആണ് കേട്ടോ. കടമക്കുടി മെയിനായിട്ടുള്ളത് കള്ള് ഷാപ്പിൻ്റെ മെയിൻ ഏരിയ ആണ്. അപ്പം നമുക്ക് ആ ബോട്ടിലൊന്ന് കാണാം. ആക്ച്വലി നല്ല റാപ്പിഡ് സ്പീഡിലായിരുന്നു ആ ബോട്ട് കടന്നു പോയത്. ആക്ച്വലി ബോട്ട് എന്ന് പറയാൻ പറ്റില്ല, ചെറിയ വഞ്ചിയായിരുന്നു, മീൻ പിടിക്കുന്ന വഞ്ചി. എന്തായാലും നമ്മളവിടുത്തെ കാഴ്ച കണ്ട് നമ്മൾ തിരിച്ചു പോവുകയാണ്. അപ്പോൾ ഈ റൂട്ട് നമ്മുടെ എൻ്റെ നമ്മുടെ NH66 നമ്മുടെ റൂട്ടിൽ നിന്ന് കയറുന്നത്. ഈ പാലം നല്ല പൊളിയാണ്. ഇവിടെ നല്ല ലെഫ്റ്റ് സൈഡിലും റൈറ്റ് സൈഡിലും ഒക്കെ ഉണ്ടെങ്കിൽ നല്ല കിടുക്കാച്ചി വ്യൂസ് കിട്ടും. ഇവിടെ നോക്കി കടമക്കുടീൻ്റെ ഏരിയ കാണാൻ പറ്റും, പക്ഷേ നമ്മുടെ ക്യാമറയുടെ അത്ര വിസിബിൾ അല്ലെന്നുള്ളൂ. നമ്മുടെ നേർക്കണ്ണുകൊണ്ട് കാണാൻ പറ്റും, പിന്നെ ക്യാമറ കണ്ണുകൊണ്ട് അത് അത്ര ക്ലിയർ അല്ല. അടിപൊളി സ്പോട്ടാണ് കേട്ടോ, ഒരു രക്ഷയില്ല. പിന്നെ ഈ ഭാഗത്ത് കുറച്ച് കണ്ടൽ മരങ്ങൾ കാണാൻ പറ്റും കേട്ടോ, റൈറ്റ് സൈഡിലായിട്ടൊക്കെ. അടിപൊളി സ്പോട്ടാണ്. പക്ഷെ റോഡിന് ചെറിയ രീതിയിൽ ഹമ്പ് ഉള്ളത് കൊണ്ട് സൂക്ഷിച്ചു പോകാം, പെട്ടെന്നായിരിക്കും നമ്മൾ ചാടിപ്പോണത്. അതുകൊണ്ട് സൂക്ഷിച്ച് ഡ്രൈവ് ചെയ്യുക. അപ്പം നമ്മുടെ ഈ വെൽക്കം ടു കേരള ഗോഡ്സ് കണ്ടിരുന്ന സീരീസ് വൈൻഡ് അപ്പ് ചെയ്യുവാണ്. താങ്ക്സ് ഫോർ വാച്ചിങ്. പ്ലീസ് ഡോണ്ട് ഫോർഗെറ്റ് ടു സബ്സ്ക്രൈബ് അവർ യൂട്യൂബ് ചാനൽ. ലൈക്ക് ചെയ്യാൻ, ഷെയർ ചെയ്യാൻ, കമൻറ്റ് ചെയ്യണം. താങ്ക് യു.